ഹലോ, ഞങ്ങളിപ്പോൾ ഉള്ളത് മാഹിയിലാണ് കേട്ടോ. മാഹി യൂണിയൻ ടെറിട്ടറി ഓഫ് പുതുച്ചേരി, അതല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഫാഷനിൽ പറയുകയാണെ പോണ്ടിച്ചേരി. നമ്മുടെ മലയാളം മൂവി മലർവാടി ആർട്സ് ക്ലബിന് ശേഷമാണ് മാഹി എന്ന് പറയുന്ന സ്ഥലം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അന്ന് ഞാൻ ഒരുപാട് പേരോട് അന്വേഷിച്ചിരുന്നു മാഹിയിൽ എന്താ കാണാനുള്ളത്. അവിടെ കുറെ മദ്യ ഷോപ്പുകളും അതുപോലെ തന്നെ ഫ്യൂവൽസിന് ചാർജ് കുറവും ടാക്സേഷൻസിലുള്ള ഡിഡക്ഷനും അതൊക്കെ മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷെ കല്യാണം കഴിച്ച് തലശ്ശേരിയിൽ എത്തിയതിനു ശേഷം ഞാൻ മാഹിയിൽ പോയപ്പോഴാണ് ഗുട്ടൻസ് എനിക്ക് മനസ്സിലായത്. അതെന്താന്ന് വെച്ചാൽ തലശ്ശേരി കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ളതാണല്ലോ. കണ്ണൂർ ജില്ല 3 വശവും മാഹിയും ഒരു വശത്ത് കോഴിക്കോട് ജില്ലയും ചുറ്റുന്നതാണ്. നമ്മുടെ മയ്യഴി പുഴയുടെയും അറേബ്യൻ കടലിന്റെയും അഭിമുഖത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പ്രദേശമാണ് മാഹി. അപ്പൊ മാഹിയിൽ ഞങ്ങളിപ്പോ വന്നിട്ടുള്ളത് ടാഗോർ പാർക്കിലാണ് കേട്ടോ. ഫോമർ ഫ്രഞ്ച് കോളനി ആയിട്ടുള്ള നമ്മുടെ മാഹി അല്ലെങ്കിൽ പഴയ മയ്യഴി, അവിടെ ഇത്രയും നല്ലൊരു പാർക്കുള്ള കാര്യം ഞാനിപ്പോൾ പോയതിനു ശേഷമാണ് മനസ്സിലാക്കുന്നത്. മാഹിയിൽ കാണാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞവരോട് ഇതാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം, കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം, നമ്മുടെ മയ്യഴി പുഴയുടെ തീരം, മാഹിയിലെ ടാഗോർ പാർക്ക്. കണ്ടോ മയ്യഴിയുടെ ഒരു ശക്തി കണ്ടോ? ലച്ചുകുട്ടൻ എന്ത് ഭംഗിയായിട്ടാണ് ആ കാറ്റത്തിരുന്ന് പാട്ട് പാടുന്നത്. അതൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. മാഹിയിൽ എത്തുന്ന സഞ്ചാരികളിൽ ഏറ്റവും അധികവും വിശ്രമിക്കാനും കാഴ്ചകൾ കാണുവാനും എത്തുന്നത് ഈ സ്ഥലത്താണ്. ഇവിടെ വന്നിരിക്കുന്നവർക്കൊക്കെ ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ എം മുകുന്ദന്റെ മയ്യഴിയുടെ തീരങ്ങളിൽ എന്ന നോവലായിരിക്കും അല്ലെ. ഇവിടെ കണ്ട മറ്റൊരു അപൂർവ കാഴ്ച എന്താണെന്നറിയോ? കുറേ ആളുകൾ ഇവിടെ ചൂണ്ടയിട്ട് മീനിനെ പിടിക്കാൻ വരുന്നുണ്ടായിരുന്നു. അത് കണ്ട് കുറേ സമയം ഞങ്ങളവിടെ നിന്നു. ഈ ഒരു ചാക്ക് നിറച്ച മീനാണ് കേട്ടോ. നല്ല രസമാണ് ഒരു മീൻ പിടിക്കുന്ന കാണാനായിട്ട്. ഇഷ്ടം പോലെ മീനാണ് ഒറ്റയടിക്ക് കിട്ടുന്നത്. ഒരാളൊന്നും അല്ല, ആ ഒരു റിവർ സൈഡിൽ പല പല പ്രദേശങ്ങളിലായിട്ട് ഓരോരുത്തരുമായിട്ട് മീൻ പിടിക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. നല്ലൊരു ടൈം പാസ് ആണ് ഈ ഒരു ഈവനിങ്ങിൽ ഇത്. മാത്രമല്ല ഇത് ടാഗോർ പാർക്കിലെ റിവർ സൈഡ് വാക്ക് വേയും കൂടെയാണ്. വൈകുന്നേരങ്ങളിലും രാവിലെയും നടക്കാൻ വരുന്നവർ ഇഷ്ടം പോലെയാണ്. കുട്ടികളെയും കൊണ്ടുവന്ന് കാറ്റത്ത് ഇങ്ങനെ നടക്കാനായിട്ടൊക്കെ നല്ല രസമാണ്. അവർക്കും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഇത് ഈ പറയുന്ന പുഴയുടെയും കടലിനെയും നടുവിൽ വെച്ചിട്ടുള്ളൊരു പൊസിഷനാണ്. ഇവിടുത്തെ ഈ ഒരു ഒഴുക്ക് കണ്ടാൽ അറിയാം എത്രത്തോളം ഉണ്ടെന്ന്. ഒരു കുഞ്ഞിക്കാലം അവിടെ കാണുന്നില്ലേ? ഒന്ന് കണ്ടുപിടിച്ച് കളയാവേ. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലം കിട്ടിയപ്പോഴും നല്ല കാറ്റുമൊക്കെ ആസ്വദിച്ചപ്പോഴേക്കും പുള്ളിക്കാരത്തേക്ക് അങ്ങോട്ട് കളിച്ച് മറിയാനുള്ളൊരു ഒരു ഉന്മേഷമാണ്. മാത്രമല്ല ഇവിടെ ചുമരിൽ വരച്ചു വെച്ചിരിക്കുന്ന കുറേ ചിത്രങ്ങൾ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. കണ്ണൂരിന്റെ തെയ്യവും പിന്നെ മ്യൂറൽ പ്രിന്റിങ്സും മാഹിയിലെ ചർച്ചും അങ്ങനെയുള്ള കുറച്ച് പെയിന്റിങ്സ്. ഈ പാർക്കിൽ നിന്നാൽ പുഴയിലെ കാഴ്ചകൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ടാഗോർ പാർക്കിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് കേട്ടോ. പുഴയിലെ കാറ്റ് ആസ്വദിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു നടപ്പാതകൾ അതാണ് ഇവിടെ ഉള്ളത്. നടപ്പാതകളിലെ വിശാലമായിട്ടുള്ള വശങ്ങളിലായി ഇരിപ്പിടങ്ങളുണ്ട്. ഈ ഒരു റിവർ സൈഡിലൂടെ നമുക്ക് നടന്നുകൊണ്ട് കടലിനെയും പുഴയെയും ആ ഒരു സൺസെറ്റും ഒക്കെ നന്നായി ആസ്വദിക്കാം. അപ്പോൾ റിവർ സൈഡിലുള്ള നടത്തം കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ പോകുന്നത് ഇതിനുള്ളിൽ കൂടെ കടലിനടുത്തേക്കാണ്. അയ്യോ എന്ത് ഭംഗിയാന്നറിയോ അതിൻ്റെ ഉള്ളിൽ കാണാൻ. സ്വിറ്റ്സർലാൻഡ് പോലെയുണ്ട്, നിറച്ച് പച്ചപ്പ്. അതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് അങ്ങ് കടലിൻ്റെ അടുത്ത് എത്തണം. നിറച്ച് ബോട്ടും, കടൽ നല്ലോണം ഇറങ്ങിക്കിടക്കുക കേട്ടോ. കയറി നിന്നിരുന്ന കടലാണ്, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. കടല് കണ്ടപ്പോൾ തന്നെ ലച്ചുകൂട്ടൻ അവിടെയുള്ള കക്കകൾ പെറുക്കാൻ നിന്നു. കടൽ കക്കകൾ എന്ന് അവള് പറയുന്നുണ്ട്. പെറുക്കിക്കൊണ്ട് വരുന്നുണ്ടേ. നോക്കട്ടെ, കൈ കാണിക്കും, കയ്യിലുള്ള സാധനം കാണിക്കും. മറ്റേതോ ഒരു ദ്വീപിലേക്ക് വന്നതുപോലെയുണ്ട്. നന്നായി സൺസെറ്റും എൻജോയ് ചെയ്യാൻ സാധിച്ചു. ഇത്രയും നല്ലൊരു സ്പോട്ട് ഞാൻ മിസ്സാക്കിയല്ലോ എന്ന് ആലോചിച്ചിട്ട് നല്ല കുറ്റബോധമുണ്ട്. ഇവിടെ കല്ലുകൾ കടൽപ്പാലം പോലെ നടുവ് വരെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ല, അതവിടെ ക്ലോസ്ഡ് ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും ഇത്രയും വരാൻ സാധിച്ചു. നന്നായിട്ട് നടന്നു, കാറ്റ് കൊണ്ടു, ബീച്ച് എൻജോയ് ചെയ്തു, റിവർ എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. മാഹിയിൽ കള്ള് വിൽപ്പന മാത്രമേ ഉള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞവർ ഒത്തിരി ഉണ്ട്. അവരൂടെ കേൾക്കാൻ പറയാണ് ഇവിടെ വന്നൊന്ന് എൻജോയ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇത്ര നല്ലൊരു സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല.
നവ്യാനായർ കല്യാണരാമനിൽ പറയുന്ന പോലെ ചെറുപ്പം തൊട്ട് എണ്ണാൻ തുടങ്ങിയതാണ് ഈ തിരമാലകൾ. പക്ഷെ കടലിന്റെ ഭംഗിയൊന്ന് ആസ്വദിക്കുന്നത് അത് വേറെ ലെവൽ തന്നെയാണ്. പിന്നെ നേരെ ഉരുട്ടി തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ നേരെ ഇറങ്ങി ടാഗോർ പാർക്കിൽ നിന്ന്. നേരെ പോയത് റിസ്റ്റോ ബാറിലേക്കായിരുന്നു. ബാറിലേക്ക് എന്താണെന്നും പറഞ്ഞ് ഇനി അന്തം വിട്ടു നോക്കണ്ട, ഇത് ഫാമിലി ബാറാണ്. ഇവിടെ വരാം, നമുക്ക് ഫുഡ് കഴിക്കാം. സത്യം പറഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് വന്നത് കുറച്ച് സീ ഫുഡ് അടിക്കാമെന്ന് കരുതിയാണ്. അവിടെ അന്നത്തെ സ്പെഷ്യൽ ഞണ്ടായിരുന്നു. ഞണ്ട് ഫ്രൈ ഓർ ഞണ്ട് റോസ്റ്റ് അതാണ് കഴിച്ചത്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഞണ്ട് കഴിക്കുന്നത്. ലച്ചു ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞും കൊടുത്തു. ബാറായിരുന്നുകൊണ്ട് തന്നെ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. നല്ലൊരു DJ പാർട്ടി ഹാളിലേക്ക് കയറിയ പോലെ ഉണ്ടായിരുന്നു. പാട്ടും കളർഫുൾ ലൈറ്റ്സും. ഞങ്ങളൊരു ജ്യൂസും അങ്ങ് കഴിച്ചു. നന്നായിട്ട് ഫുഡും തട്ടി. ഇതൊരു ലെങ്തി വീഡിയോ എന്നറിയാം, പക്ഷെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാതിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ബൈ ബൈ.